നെഹ്റു വന്ദേമാതരത്തെ എതിർത്തത് ജിന്ന എതിർത്തതിനാൽ. പ്രധാനമന്ത്രി വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭയിലെ പ്രത്യേക ചർച്ചയിൽ കോൺഗ്രസിനെതിരെയും മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരെയും രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്ദേമാതരം എന്ന ദേശഭക്തി ഗാനത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യുകയും വെട്ടിക്കുറയ്ക്കുകയും ചെയ്തെന്ന് മോദി വിമർശിച്ചു. ലോക്സഭയിലെ പ്രത്യേക ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ടായിരുന്നു മോദിയുടെ വിമർശനം. മുഹമ്മദ് അലി ജിന്നയുടെ വീക്ഷണങ്ങളോട് യോജിച്ചായിരുന്നു മുൻ പ്രധാനമന്ത്രി നെഹ്റു മുന്നോട്ടു പോയതെന്നും വന്ദേമാതരം മുസ്ലിം വികാരങ്ങളെ പ്രകോപിപ്പിക്കുമെന്ന് ജവഹർലാൽ നെഹ്റു അവകാശപ്പെട്ടിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. ഗാന്ധിജി വന്ദേമാതരത്തെ ദേശീയഗാനത്തോട് ഉപമിച്ചുവെങ്കിലും കോൺഗ്രസ് അതിനെ തരം താഴ്ത്താനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം രാജ്യത്തിന് ശക്തിയും പ്രചോദനവും നൽകി. വന്ദേമാതരത്തിന് പിന്നിലെ ചരിത്രവും ത്യാഗങ്ങളെയും തിരിച്ചറിയാനുള്ള പുണ്യ സന്ദർഭമാണിതെന്നും 2047 വികസിത ഭാരതത്തിനായുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള അവസരമാണിതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലക്ഷക്കണക്കിന് ആളുകൾ വന്ദേമാതരം ചൊല്ലുകയും സ്വാതന്ത്ര്യത്തിനായി പോരാടുകയും ചെയ്തതിനാലാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. നാം എല്ലാവരും ഈ ചർച്ച ഉചിതമായി നടപ്പാക്കിയാൽ വരും തലമുറകൾക്ക് ഈ ചർച്ച ഒരു പാഠമായിരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇവിടെ നേതൃത്വവും പ്രതിപക്ഷവുമില്ല. രാഷ്ട്രീയ വിഭജനങ്ങൾക്ക് അതീതമായി ഉയർന്നുവരുന്ന ഒരു പൊതു പൈതൃകത്തെയാണ് വന്ദേമാതരം പ്രതിനിധീകരിക്കുന്നത്. വന്ദേമാതരത്തിന്റെ സന്ദേശം ഇന്ത്യയെ വീണ്ടും നയിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ഈ ഗാനം നമ്മെ പ്രചോദിപ്പിക്കണം, മോദി പറഞ്ഞു. അടിമത്തകാലത്ത് വന്ദേമാതരം പ്രതീക്ഷയുടെ ഒരു രാഗമായിരുന്നു. വന്ദേമാതരത്തിന് ചരിത്രത്തിൽ സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യബോധത്തിൻ്റെ പോരാട്ട വീര്യമാണ്. ഒരു ദേശസ്നേഹ മുദ്രാവാക്യം എന്നതിലുപരി സ്വാതന്ത്ര്യ സമരകാലത്ത് ശക്തമായ ഒരു യുദ്ധകാഹളമായി പ്രവർത്തിച്ചു. ഈ മന്ത്രണം ഇന്ത്യക്കാർക്കിടയിൽ ധൈര്യവും ഐക്യവും ധിക്കാരവും ജ്വലിപ്പിച്ചതായും കൊളോണിയൽ ഭരണത്തിനെതിരായ പോരാട്ടത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു റാലി ആഹ്വാനമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ ശക്തവും ഉചിതവുമായ പ്രതികരണമായിരുന്നു ഈ ദേശഭക്തിഗാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.